ദൗത്യസംഘം ആനയുടെ അടുത്തെത്തിയ ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കാം. ഗൂഗിൾ മാതൃഭൂമി ന്യൂസിനാണ് ആദ്യം ഈ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നത്. ദൗത്യസംഘം മൈക്ക് വെടിവെക്കുന്നതിന്റെ വളരെ അടുത്ത ദൃശ്യങ്ങളാണത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയ്ക്ക് പിന്നാലെ ദൗത്യസംഘം പോകുന്ന ദൃശ്യങ്ങളിൽ കാണാം. മാതൃഭൂമി ന്യൂസിന് ലഭിച്ച ദൃശ്യങ്ങളാണ് ഏറ്റവും ആദ്യം. മാതൃഭൂമിയാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത്. അരുൺ സഖറിയ അടക്കമുള്ള ദൗത്യസംഘം ആനയ്ക്കരികിലേക്ക് നീങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. വളരെ അടുത്തെത്തിയ ശേഷം മൈക്ക് വെടിവെക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായി മനസ്സിലാവും. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ട ആന മൈക്ക് വെടിയേറ്റ് ഓടുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ദൗത്യസംഘത്തിന്റെ വാഹനങ്ങളുള്ള റോഡ് കടന്ന ആന മറുഭാഗത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മൈക്ക് വെടിയേറ്റ ശേഷമാണ് ആന റബ്ബർ കാട്ടിനുള്ളിലേക്ക് കടക്കുന്നത്. ഈ റബ്ബർ തോട്ടത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് ആന മയങ്ങി നിൽക്കുന്നതും തുടർന്ന് ചികിത്സ നൽകുന്നത്. മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ട ആനയെ മയക്കുവെടി വെച്ച് തുരത്തി മറുഭാഗത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസാണ് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മറ്റാനകളിൽ നിന്നും മാറ്റി മറുഭാഗത്തേക്ക് വാഹനങ്ങൾ നിർത്താതെ ഹോൺ മുഴക്കിക്കൊണ്ട് ആനയെ മറുഭാഗത്തേക്ക് കടത്തിവിടുകയാണ്. അങ്ങനെ റബ്ബർ തോട്ടത്തിനുള്ളിലേക്ക് വന്ന ആനയാണ് ഇപ്പോൾ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അരുൺ സഖറിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് ഈ കാര്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ചികിത്സ നൽകുന്ന ഘട്ടത്തിലേക്കാണ് കടന്നിട്ടുള്ളത്. ചികിത്സ നൽകുന്നത് അവിടെ പുരോഗമിക്കുകയാണ്. മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ 3 ദിവസത്തിന് ശേഷമാണ് ഇന്ന് ദൗത്യസംഘത്തിന് ലൊക്കേറ്റ് ചെയ്യാനായതും തുടർന്ന് മൈക്ക് വെടിവെക്കാനായതും. മൈക്ക് വെടിവെച്ച ശേഷമാണ് ചികിത്സ നൽകേണ്ടത്. അതിലേക്കായിരുന്നു ദൗത്യസംഘം ശ്രമിച്ചിരുന്നത്. ദിവസങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ഇന്നാണ് അതിന് സാധ്യമായത്. ഗോകുൽ വി എസ് തുടരുന്നുണ്ട്. ഗോകുൽ പറയൂ. അതായത് ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. അതിൽ മൈക്ക് വെടിവെക്കുന്നതും അതിനുശേഷം ആനയുടെ പിന്നാലെ അരുൺ സഖറി അടക്കമുള്ള ദൗത്യസംഘം ഓടുന്നതും ആനയ്ക്ക് അരികെ എത്തുന്നതും ഒക്കെയുള്ളൊരു ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. വളരെ ദുഷ്കരമാണ് ഈ ദൗത്യം എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എത്രമാത്രം ഒരു വലിയ ആന വലിയ വേഗത്തിൽ ഓടുന്നു, പിന്നാലെ ദൗത്യസംഘവും ഓടുന്നു. അത്തരത്തിലുള്ള വലിയ ദൃശ്യങ്ങളും നമ്മൾ ആ ഒരു ഇതിൽ കാണുന്നുണ്ട്. ഈ ദൗത്യം വളരെ ദുഷ്കരമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അരുൺ സഖറിയ വ്യക്തമാക്കിയിരുന്നു. അത് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് അത്. ഇന്ന് ഏകദേശം ഈ വളരെ പെട്ടെന്ന് തന്നെ ഈ ദൗത്യം ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഇനി കഴിയുമെന്നുള്ളതാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഇനി ചികിത്സ നൽകി ആനയെ തിരികെ കാട്ടിലേക്ക് വിടുക എന്നുള്ളതാണ്. അതിനാവശ്യമായ ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ആനയുടെ അടുത്തെത്തി ഇനി ചികിത്സ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള ചികിത്സയാണ് ലഭ്യമാവുക എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ആന പൂർണ്ണമായും മയങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സമയം
കൂടി ആവശ്യമാണ്. അതിനുശേഷം മാത്രമാണ് കുറച്ചുകൂടി വിദഗ്ധമായിട്ടുള്ള ഏതാണ് ചികിത്സ നൽകേണ്ടതെന്ന് വെച്ചാൽ അത് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ആന പൂർണ്ണമായും മയങ്ങുന്നതിനാവശ്യമായ കുറച്ച് സമയം കൂടി ഇനി ആവശ്യമാണ്. അതിനുശേഷം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ വിദഗ്ധമായ ചികിത്സ ആനയ്ക്ക് നൽകുമെന്നുള്ള ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ആന പൂർണ്ണമായും തന്നെ മയങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചികിത്സ ആരംഭിച്ചു, വിദഗ്ധമായ ചികിത്സ ആരംഭിച്ചു. അരുൺ സക്രി അടുത്തെത്തി കൂടുതൽ മുറിവ് പരിശോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ ചികിത്സകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആ ദൗത്യം ഏകദേശം അതിൻ്റെ വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തുന്നു. കാരണം ഈ ആനയുടെ മുറിവിന് ചികിത്സ നൽകുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഉണ്ടായിരുന്നത്. ആ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഈ ചികിത്സ നൽകുക എന്നുള്ളതാണ്, വിദഗ്ധമായ ചികിത്സ ആനയ്ക്ക് നൽകുക എന്നുള്ളതാണ്. ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ മരുന്നുകൾ വച്ചാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ ഇനി നൽകുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അത് നമുക്ക് അല്പസമയത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ആന പൂർണ്ണമായും മയങ്ങി വിദഗ്ധ ചികിത്സ തന്നെ ആരംഭിച്ചു എന്നുള്ള ഒരു സുപ്രധാനമായ വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും. ഉടൻ തന്നെ ആ ദൃശ്യങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഏതായാലും അത്തരം രീതിയിലേക്ക് അടുത്ത് ചികിത്സ ആരംഭിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. വിദഗ്ധ ചികിത്സ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. തീർച്ചയായും ചികിത്സ അവിടെ പുരോഗമിക്കുകയാണ്. ഡോക്ടർ അരുൺ സഖ്രിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് ആനയ്ക്ക് മയക്ക് വെടിവെക്കാനായത്. 4 തവണ വെടിയുതിർത്തു. അതിൽ 4ാമത്തെ തവണ മയക്ക് വെടിയേറ്റ് ആന മയങ്ങുകയാണ് ഉണ്ടായത്. ആദ്യം പരിഭ്രാന്തനായി റോഡ് മുറിച്ചു കടന്ന് മറുഭാഗത്തേക്ക് പോവുകയായിരുന്നു. അവിടെ റബ്ബർ കാട്ടിൽ നിലയുറപ്പിച്ച ആന മയങ്ങുകയും തുടർന്ന് ചികിത്സ നൽകുകയുമാണ് ഉണ്ടായത്. ചികിത്സ അവിടെ പുരോഗമിക്കുന്നു. ഒറ്റത്തവണ ചികിത്സിച്ചാൽ ആന പൂർണ്ണ ആരോഗ്യവനായി തിരികെ എത്തും എന്നതാണ് നേരത്തെ തന്നെ അരുൺ സക്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്.